ഞാൻ പോയി കുളിക്കട്ടെ. ഓൺലൈൻ ക്ലാസ് Okay, good afternoon. Good afternoon. Good Am I audible? afternoon. Okay. So, in the last class we discussed about runtime environment and about activation tree, control stack, etc. So, what is activation tree? Parvati? Hello, Mr. What is activation tree? Hello. കേൾക്കാം പറഞ്ഞു. Activation के लिए मिसे Ah, Hello, मिसे क्या काओ കേൾക്കാം പറഞ്ഞു. Hello. It's audible. Hello, मिसे പാർവതി കേൾക്കാം എനിക്ക്. Hello, मिसे क्या काओ യെസ്, കേൾക്കാം എനിക്ക്. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്?
എനിക്ക് കേൾക്കുന്നു. ഹലോ കേൾക്കാം. ഓക്കെ. പാർവതിയുടെ എന്തോ ആണ് നെറ്റ് ഇഷ്യൂ, ഒന്ന് നോക്കിക്കേ. കൃഷ്ണരാജ്, ഹലോ മിസ്സേ. പറഞ്ഞു. എന്താണ് ആക്ടിവേഷൻ, എന്താണ് ആക്ടിവേഷൻ ട്രീ, എന്താണ്? ഹലോ പറഞ്ഞു. മിസ്സേ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ട്രീഡ് ആയി കഴിയുമ്പം നോഡ് ഒരു പ്രൊസീജിയറിന്റെ ആക്ടിവേഷനെ റെപ്രസെന്റ് ചെയ്യും. പിന്നെ ഈ റൂട്ട് ആക്ടിവേഷന്റെ മെയിൻ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യും. പിന്നെ എത്രയ്ക്ക് എഴുതിയിട്ടുള്ളൂ മിസ്സേ? എന്താ എഴുതാത്ത? നോട്ടൊന്നും എഴുതാത്ത? സമയല്ലേ? ഉണ്ട്, പെട്ടെന്ന് പറഞ്ഞപ്പോ ബാക്കി പിന്നെ എഴുതുന്നത്. നോട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് തന്നതല്ലേ, അത് പറഞ്ഞതല്ലേ? അല്ല മിസ്, ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഹലോ മിസ്സേ. പറഞ്ഞു പാർവതി. മിസ്സേ, നെറ്റ് പോയതായിരുന്നു. മനസ്സിലായി, പറഞ്ഞു. ആക്ടിവേഷൻ ട്രീ അല്ലേ മിസ്സേ? ആക്ടിവേഷൻ ട്രീ എന്ന് പറയുമ്പം അതൊരു പ്രൊസീജിയറിന്റെ ആക്ടിവേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാ. പിന്നെ നമ്മൾ മെയിൻ ഫംഗ്ഷന്റെ ആക്ടിവേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന റൂട്ട് വെച്ചിട്ടായിരിക്കും മെയിൻ ഫംഗ്ഷന്റെ ആക്ടിവേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഹിയർ ദിസ് റൺ ടൈം എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഴ്സ് ടെക്സ്റ്റിന് ഉള്ള ആവശ്യമുള്ള കോഡ് മാത്രം പോരാ. വി നീഡ് എന്താണ്? അതിന്റെ വേരിയബിൾസും അതിന്റെ ഐഡന്റിഫയേഴ്സും അതിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ, റൺ ടൈമിൽ അതിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസസ്, അതിനെയാണ് റൺ ടൈം എൻവിറോൺമെന്റ് എന്ന് പറയാം. റൺ ടൈം എൻവിറോൺമെന്റ് ഇസ് എ സെറ്റ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ മെയിൻറ്റെയിൻ അറ്റ് റൺ ടൈം ടു ഇംപ്ലിമെന്റ് ദിസ് ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മുടെ ഹൈ ലെവൽ സ്ട്രക്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറിനെയാണ് റൺ ടൈം എൻവിറോൺമെന്റ് എന്ന് പറയാം. ഓക്കെ. സോ ഇവിടെ നമ്മുടെ മെയിൻ ഇഷ്യൂസ് നമുക്ക് വരുന്ന എപ്പോഴാണ്? ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ നമ്മൾ സിയിലൊക്കെ പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ, ഫംഗ്ഷൻ കോൾ പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് ഇഷ്യൂസ് വരുന്നത്. അതായത് ഏത് ഫംഗ്ഷൻ ആണോ കോൾ ചെയ്തത് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. പ്ലസ് നമ്മൾ വേറൊരു ഫംഗ്ഷനിലേക്ക് പോവുക, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ഏതിലോട്ട് വരണം? നമ്മുടെ പഴയ ഫംഗ്ഷനിലോട്ട് വരണം. ഓക്കെ. സോ ദിസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഇഷ്യൂ. പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂ ആണ്. ഓക്കെ. സോ അത് കാരണം എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹിയർ ഈച്ച് ആൻഡ് എവറി എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊസീജിയർ ഇസ് ടേംഡ് ആസ് ആൻ ആക്ടിവേഷൻ.
Okay, each and every execution of the procedure is termed as an activation. And ഈ ആക്ടിവേഷനെ നമ്മൾ ഒരു ട്രീ ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് ട്രീ ഫോം എന്ന് പറയുമ്പോൾ ഇനിഷ്യലി മെയിൻ ഫംഗ്ഷൻ, ദെൻ മെയിൻ ഏത് ഫംഗ്ഷനെയാണോ കോൾ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ, അങ്ങനെയാണ് ആ വാല്യൂസ് നമ്മൾ ഏതിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ആക്ടിവേഷൻ ട്രീ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Okay, so each node represents the activation of the procedure, and the root node shows always the activation of main function. And if there is endana a node from x to y ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, there is a control flow from ഈ procedure x to procedure y ലേക്ക് ഒരു control flow ഉണ്ട്. അതായത് procedure x calls procedure y. Okay. സോ അതിനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ എക്സാമ്പിൾ വെച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് എന്താണ് കൺട്രോൾ സ്റ്റാക്ക്. വാട്ട് ഇസ് കൺട്രോൾ സ്റ്റാക്ക് അഞ്ജലി? കൺട്രോൾ സ്റ്റാക്ക് എന്താണ്? ആ പറഞ്ഞു. കൺട്രോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ റൺ ടൈം സ്റ്റാക്ക് അല്ലായിരുന്നോ? അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കീപ് ട്രാക്ക് ഓഫ് ലൈവ് പ്രൊസീജിയർ ആക്ടിവേഷൻസ്. ഓക്കെ, അതായത് കൺട്രോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു റൺ ടൈം സ്റ്റാക്ക് ആണ്, വിച്ച് കീപ്സ് ട്രാക്സ് ഓഫ് എന്താണ് ലൈവായിട്ട്, ഇപ്പോൾ ലൈവായിട്ട് ഏതൊക്കെ പ്രൊസീജിയർ ആണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഇൻഫർമേഷൻ ആയിരിക്കും ഏതിൻ്റെ അകത്ത് ഉണ്ടാവുക, കൺട്രോൾ സ്റ്റാക്കിന്റെ അകത്ത് ഉണ്ടാവുക. സോ കൺട്രോൾ സ്റ്റാക്ക് ഓൾവേസ് മെയിൻറ്റെയിൻസ് എന്താണ് ലൈവായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, അപ്പം ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ വരുമ്പോൾ അതിന്റെ പ്രൊസീജിയർ നെയിം ഇസ് പുഷ്ഡ് ഓൺ ടു ദ സ്റ്റാക്ക്. ഓക്കെ, അതായത് ഒരു ആക്ടിവേഷൻ ബിഗിൻ, അതായത് ഒരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് അതിന്റെ ആക്ടിവേഷൻ വരുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും, അതിന്റെ നെയിം ഏതിലോട്ട് പുഷ് ചെയ്യും, നമ്മുടെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് വെക്കും. ഓക്കെ, വൺസ് ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി യൂസ് ടു എന്ത് ചെയ്യും, ആ സ്റ്റാക്കിൽ നിന്ന് ആ എലമെന്റ്, അതായത് ആ പ്രൊസീജിയറിനെ പോപ്പ് ചെയ്യും. ഓക്കെ, അപ്പം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊസീജിയർ അവിടെ ഉണ്ടാവില്ല. അപ്പം ഇപ്പൊ ലൈവായിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ നമ്മുടെ സ്റ്റാക്കിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇപ്പൊ ലൈവായിട്ട് ഏതൊക്കെ പ്രൊസീജിയർ ആണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Okay, so the next is about storage organization. So runtime മെമ്മറിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 5 ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോഡ്, സ്റ്റാറ്റിക് ഡാറ്റ, സ്റ്റാക്ക്, ഫ്രീ മെമ്മറി ആൻഡ് ഹീപ്പ്. ഓക്കെ, സോ കോഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, അതായിരിക്കും, അതായത് എന്താണോ നമ്മുടെ ആക്ച്വൽ കോഡ് അതായിരിക്കും കോഡ് ഏരിയ എന്നുള്ള ലൊക്കേഷനിൽ പ്ലേസ് ചെയ്യുക. സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പൈൽ ടൈമിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത ഡാറ്റ ആയിരിക്കും സ്റ്റാറ്റിക് ഡാറ്റ എന്നുള്ള ലൊക്കേഷനിൽ ഉണ്ടാവുക. സ്റ്റാക്ക് ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ആക്ടിവേഷൻ റെക്കോർഡ് പ്ലേസ് ചെയ്യാനാണ്. ആൻഡ് സം ഫ്രീ മെമ്മറി ഈസ് ദെയർ. ദെൻ ഹീപ്പ് എന്ന് പറയുന്നത് എന്താണ്, യൂസ് ടു സ്റ്റോർ അതർ ഡൈനാമിക്കലി അലോട്ടഡ് ഡാറ്റ ഒബ്ജക്ട്സ് അറ്റ് റൺ ടൈം. ഈ മെലോക്ക് കെലോക്ക്, അതായത് ഈ മെമ്മറി ആക്സസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആയിരിക്കും ഹീപ്പിന്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, സോ ഇതിൽ ഈ സ്റ്റാക്കും ഹീപ്പും നമ്മൾ എന്താണ് ഗ്രോസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഫ്രീ മെമ്മറി ആണ് അതിന്റെ ഇൻ ബിറ്റ്വീനിലുള്ളത്. സോ സ്റ്റാക്ക് ആൻഡ് ഹീപ്പ് ഗ്രോസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ അത്? Okay, so the next is binding of names or name binding. Binding of names or name binding. എന്താണ്, എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു ലെഫ്റ്റ് ആവുന്നു? ഓക്കെ,
Okay, so the next is name binding or binding of names. So, ഒരു പെർട്ടിക്കുലർ വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എന്ത് ചെയ്യും ഇനിഷ്യലി വി യൂസ് ടു ഡിക്ലെയർ ദ പെർട്ടിക്കുലർ വേരിയബിൾ. ഓക്കെ, ദെൻ അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോർഷൻ ഓഫ് ദ പ്രോഗ്രാം ടു വിച്ച് എ ഡിക്ലറേഷൻ അപ്ലൈസ്. ഏത് പോർഷനിലാണ് ആ ഡിക്ലറേഷൻ അപ്ലൈ ചെയ്യുന്നത് അതിനെയാണ് എന്തെന്ന് പറയാ, സ്കോപ്പ് ഓഫ് ദാറ്റ് ഡിക്ലറേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ബൈൻഡിങ് ഓഫ് നെയിംസ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ വേരിയബിൾ എടുക്കുമ്പോൾ അതിനൊരു പേരുണ്ടാവും പ്ലസ് ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, സോ ആ ലൊക്കേഷൻ വേർ ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇസ് ടേംഡ് ആസ് ആൻ എൻവിറോൺമെന്റ് ആൻഡ് ദ വാല്യൂ എവിടെയാണോ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഇസ് റെഫേർഡ് ആസ് സ്റ്റേറ്റ്. ഓക്കെ, സോ സ്റ്റേറ്റ് refers to a function that maps a storage location to a value held there. And the term environment refers to a function that maps a name to a storage location. Okay. The term environment refers to a function that maps a name to a storage location. And the term state refers to a function that maps a storage location to the value held there. Okay, സോ ഈവൻ എന്താണ് ഒരു പെർട്ടിക്കുലർ നെയിമിലായിരിക്കും നമ്മുടെ ഒരു വേരിയബിൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ വാല്യൂ റൺ ടൈമിൽ ഇറ്റ് മേ ഹോൾഡ് ഡിഫറെന്റ് വാല്യൂസ് അറ്റ് റൺ ടൈം. ഓക്കെ, അതായത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയിമും ഇപ്പൊ എ എന്നുള്ള വേരിയബിൾ ആണെങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ നെയിമും അതിന്റെ സ്റ്റോറേജ് ലൊക്കേഷനും കൂടി എന്ത് ചെയ്യുക, ബൈൻഡ് ചെയ്യുക. ഓക്കെ, സോ വെൻ എൻ എൻവിറോൺമെന്റ് അസോസിയേറ്റ് എന്താണ് സ്റ്റോറേജ് ലൊക്കേഷൻ എസ് വിത്ത് എൻ നെയിം എക്സ് ആണെങ്കിൽ, ഓക്കെ, സ്റ്റോറേജ് ലൊക്കേഷൻ എസ് വിത്ത് എ നെയിം എക്സ്, അതായത് എ എന്ന് പറയുന്ന വേരിയബിൾ വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് എ മെമ്മറി ലൊക്കേഷൻ 2000. ഓക്കെ, സോ ഇത് രണ്ടും അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ് എന്തെന്ന് പറയാം, ഇറ്റ് ഇസ് ടേംഡ് as ബൈൻഡിങ്. ഇറ്റ് ഇസ് റെഫേർഡ് as ബൈൻഡിങ്. Okay, it is termed as name binding or otherwise binding of names. Okay, or storage location associated with a variable name. Okay, that is said to be name binding. Okay, is it clear? Okay, now activation record. Activation record. Activation record, it is a last in first out structure. Last in first out structure used to hold the information. Okay, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു പ്രൊസീജിയർ കോൾ ചെയ്യുമ്പോൾ ഇറ്റ് നീഡ്സ് എന്താണ്, ആക്ടിവേഷൻ റെക്കോർഡ്. ആക്ടിവേഷൻ ഇറ്റ് ഇസ് ടേംഡ് as എന്താണ് ആക്ടിവേഷൻ എന്ന് പറയും. ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊസീജിയർ കോൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ ആയിരിക്കും ഈ ആക്ടിവേഷൻ റെക്കോർഡിന്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, സോ ദ കണ്ടന്റ്സ് ഇൻ ദ ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് റിട്ടേൺ വാല്യൂ 7 വാല്യൂസ് ആണുള്ളത്. റിട്ടേൺ വാല്യൂ, റിട്ടേൺഡ് വാല്യൂ, returned value,
Okay. Next, actual parameters. Actual parameters. Actual parameters. Optional control link. Control link. Optional access link. Optional access link. Saved mission status. Saved mission status. Saved mission status. Local data. Local data. And the last is temporaries or temporary values. Temporaries or temporary values. ഓക്കെ. സോ ഇതില് ഈ ടെമ്പററി വാല്യൂ എന്ന് പറയുന്നത് ടെമ്പററി വാല്യൂസ് എന്തായിരിക്കും? ടെമ്പററി വാല്യൂസ് So listen, if there is a function int or sum of a comma sum of int a comma int b, int s is equal to a plus b, return s. മെയിൻ്റെ അകത്തുനിന്ന് എന്ത് കോൾ ചെയ്യാം? മെയിൻ്റെ അകത്തുനിന്ന് വി കോൾ സം എന്നുള്ള ഫംഗ്ഷൻ. സം എന്നുള്ള ഫംഗ്ഷൻ 5,3. ഓക്കെ. സോ ഹിയർ ദ ഫസ്റ്റ് എന്തായിരിക്കും? സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാൻ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ. സോ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ ആരെ കോൾ ചെയ്യുന്നു? സം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഓക്കെ. സോ അപ്പൊ രണ്ട് ആക്ടിവേഷൻ ആയിരിക്കും ഉണ്ടാവുക. രണ്ട് ആക്ടിവേഷൻ റെക്കോർഡ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. 1 ഫോർ മെയിൻ ആൻഡ് 1 ഫോർ സം. ഓക്കെ. സോ ഇതില് ഈ ടെമ്പററി എന്ന് പറയുന്നത് ടെമ്പററി വാല്യൂസ്, അതായത് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ ഇവിടെ യൂസ് ചെയ്യുന്ന ടെമ്പററി വാല്യൂ, ആ ഫംഗ്ഷന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെമ്പററി വാല്യൂസ്. ഓക്കെ. സോ സിമിലർലി ലോക്കൽ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ അകത്ത് ഈ ലോക്കൽ എക്സ്പ്രഷൻ, ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്ന ലോക്കൽ ഡാറ്റ ദാറ്റ് ഹോൾഡ്സ് ദി എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊസീജിയർ. ഓക്കെ. Then next is about saved mission status. ഓക്കെ. സോ സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ വൺസ് ഇപ്പൊ മെയിൻ എന്നുള്ള ഫംഗ്ഷനിൽ നിന്നായിരിക്കും എന്ത് കോൾ ചെയ്യുന്നത്? വി ആർ കോളിംഗ് സം എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഓക്കെ. അപ്പം മെയിനിൽ ഇപ്പൊ ചിലപ്പോൾ സം വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് മൊത്തം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. റീസൺ എന്താണ്? വൺസ് വി ഗെറ്റ് ബാക്ക് ടു മെയിൻ വി നീഡ് ടു സ്റ്റാർട്ട് എക്സിക്യൂട്ടിങ് മെയിനിന്റെ ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പൊ സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് ഹോൾഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് മെഷീൻ ജസ്റ്റ് ബിഫോർ ദ പ്രൊസീജിയർ ഇസ് കോൾഡ്. Is it clear? Okay. So here temporary values and local data എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പ്രൊസീജിയർ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ പ്രൊസീജിയറിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസ്.
ഓക്കെ, ടെമ്പററി അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും ടെമ്പററി ഡാറ്റ ആൻഡ് ലോക്കൽ ഡാറ്റ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തെങ്കിലും എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വാല്യൂസ് ടെമ്പററി വാല്യൂസോ ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂസോ ഇതൊക്കെയായിരിക്കും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അല്ല, ലോക്കൽ ഡാറ്റ ആൻഡ് ടെമ്പററീസ് എന്ന് പറയുന്നത്. സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിൽ നിന്ന് വേറൊരു പ്രൊസീജിയർ കോൾ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ എന്താണ് ആ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വി നീഡ് ടു ഗെറ്റ് ബാക്ക് ടു അവർ ഓൾഡ് പ്രൊസീജിയർ അല്ലെ. ഇപ്പൊ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ ഇഫ് ഇറ്റ് കോൾസ് സം എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണെങ്കിൽ സം എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വി നീഡ് ടു ഗെറ്റ് ബാക്ക് ടു മെയിൻ അഗെയിൻ അല്ലെ. മെയിനിന്റെ വീണ്ടും എക്സിക്യൂഷൻ പ്രൊസീഡ് ചെയ്യേണ്ടതാണ്. അപ്പം എന്ത് ചെയ്യുക, വി നീഡ് ടു സ്റ്റോർ ദി സ്റ്റാറ്റസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊസീജിയർ ബിഫോർ കോളിംഗ് എന്താണ്, ബിഫോർ മൂവിങ് ടു ദി നെക്സ്റ്റ് പ്രൊസീജിയർ. ഓക്കെ, ഒരു കോൾ ചെയ്യുമ്പോൾ അതുവരെയുള്ള സ്റ്റാറ്റസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ കംസ് എന്താണ്, ഒരു ഓപ്ഷണൽ ആക്സസ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കൺട്രോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷണൽ ആക്സസ് ലിങ്ക് എന്ന് പറയുന്നത് നോൺ ലോക്കൽ ഡാറ്റ ഹെൽഡ് ബൈ അതർ ആക്ടിവേഷൻ റെക്കോർഡ്സ്. ഓക്കെ, ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇതും രണ്ട് പ്രൊസീജിയർ കണക്റ്റഡ് ആണ്. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഡാറ്റയെ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള ലിങ്ക് ആണ് ഓപ്ഷണൽ ആക്സസ് ലിങ്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ കംസ് കൺട്രോൾ ലിങ്ക്സ് ഓൾവേസ് പോയിന്റ്സ് ടു ദി ആക്ടിവേഷൻ റെക്കോർഡ് ഓഫ് ദി കോളർ. ആക്ടിവേഷൻ റെക്കോർഡ് ഓഫ് ദി കോളർ. റീസൺ എന്താണ്, വൺസ് ഈ പെർട്ടിക്കുലർ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വി നീഡ് ടു ഗെറ്റ് ബാക്ക് ടു എന്താണ്, ഏത് പ്രോഗ്രാം ആണോ നമ്മളെ കോൾ ചെയ്തത് ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ മൂവ് ചെയ്യേണ്ടതാണ്, ആ ഫംഗ്ഷനിലേക്ക് മൂവ് ചെയ്യേണ്ടതാണ്. അപ്പം അതിന്റെ എന്ത് ഹോൾഡ് ചെയ്ത് വെക്കുക, അതിന്റെ ആക്ടിവേഷൻ റെക്കോർഡിനെ പോയിന്റ് ചെയ്യുന്ന ആക്ടിവേഷൻ റെക്കോർഡിന്റെ ഇൻഫർമേഷൻ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക, കൺട്രോൾ ലിങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? കൺട്രോൾ ലിങ്ക് പോയിന്റ്സ് ടു ദി activation record of the caller. Okay? Okay. ഇനി അടുത്തത് എന്താണ്, ഫീൽഡ് ഫോർ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കോളിംഗ് പ്രൊസീജിയർ ടു സപ്ലൈ എന്താണ്, parameters to the called procedure. Okay, so ആ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ ആയിരിക്കും ഏതിൻ്റെ അകത്ത് ഉണ്ടാവുക, ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, ദെൻ കംസ് എന്താണ്, അതിന്റെ റിട്ടേൺ വാല്യൂ, ഒരു പ്രൊസീജിയർ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻ ആണ് ഏതിൻ്റെ അകത്ത് ഉണ്ടാവുക, ആക്ടിവേഷൻ റെക്കോർഡിന്റെ അകത്ത് ഉണ്ടാവുക. ദീസ് 7 ഫീൽഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ഏതൊക്കെയാണ്, ടെമ്പററീസ്, ലോക്കൽ ഡാറ്റ, സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ്, access link, control link, actual parameters and return value. Okay, is it clear? Is it clear or not? Clear. Okay, so the next is about storage allocation strategies. Storage allocation strategies. So 3 different type of allocations are there. Static allocation, three allocation strategies are there: static allocation, stack allocation, and the last is heap allocation. Okay, so ഇതിന്റെ മെയിൻ ഡിഫറൻസ് ഞാൻ പറയാം. സ്റ്റാറ്റിക് അലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സ്റ്റോറേജിന്റെ എല്ലാ ഡീറ്റെയിൽസും എപ്പോൾ തന്നെ ചെയ്യുക, കമ്പൈൽ ടൈമിൽ തന്നെ പെർഫോം ചെയ്യാം. അതായത് നെയിം ബൈൻഡിങ് ഏത് സ്റ്റെപ്പിൽ പെർഫോം ചെയ്യുക, കമ്പൈൽ ടൈമിൽ തന്നെ ഉണ്ടാവും. സോ സ്റ്റാറ്റിക് അലൊക്കേഷൻ എന്ന് പറയുന്നത് കമ്പൈൽ ടൈമിൽ തന്നെ അതിന്റെ
ഡാറ്റാസ് എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ വാല്യൂസ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ, അതായത് എന്തൊക്കെ എത്ര മെമ്മറി റെഫറൻസ് നമുക്ക് ആവശ്യമുണ്ട്, എല്ലാ പ്രോസസ്സും എവിടെ ചെയ്യാം, കമ്പൈൽ ടൈമിൽ തന്നെ പെർഫോം ചെയ്യാം. ഓക്കെ, സ്റ്റാക്ക് അലക്കേഷൻ എന്ന് പറയുമ്പോൾ ഡൈനാമിക്കലി റൺ ടൈമിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ബട്ട് ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രൊസീജിയറിന്റെ എന്തുണ്ടാവില്ല, ആക്ടിവേഷൻ റെക്കോർഡ് എവിടെ ഉണ്ടാവില്ല, കൺട്രോൾ സ്റ്റാക്കിൽ ഉണ്ടാവില്ല. ഓക്കെ, സ്റ്റാക്ക് അലക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും നേരെ നമ്മൾ പറഞ്ഞ കാര്യം, അതായത് ഒരു പ്രൊസീജിയർ വരുമ്പോൾ അതിന്റെ ഇൻഫർമേഷൻ എവിടേക്ക് പുഷ് ചെയ്യും, കൺട്രോൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. വൺസ് ആഫ്റ്റർ എക്സിക്യൂഷൻ എന്ത് ചെയ്യും, അതിന്റെ ഇൻഫർമേഷൻ എവിടെ നിന്ന് റിമൂവ് ചെയ്യും, സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഹീപ്പ് അലക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുന്ന വരെ, അത് എത്ര പ്രൊസീജിയേഴ്സിനെ കോൾ ചെയ്താലും എല്ലാ പ്രൊസീജിയറിന്റെ ഇൻഫർമേഷൻ എവിടെ ഉണ്ടാവും, മെമ്മറിയിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് അലക്കേഷൻ, സ്റ്റാക്ക് അലക്കേഷൻ ആൻഡ് ഹീപ്പ് അലക്കേഷൻ. ഓക്കെ, so what's the difference between heap allocation and static allocation, heap and stack allocation? Akshara? Akshara? Ah. അക്ഷരയ്ക്ക് ആൻസർ അറിയാമോ? മെർലിൻ? എന്താണ് ആൻസർ? എന്താണ് സ്റ്റാറ്റിക്? അത് കംപ്ലീറ്റ് ടൈം തന്നെ പെർഫോം ചെയ്യും. സ്റ്റാറ്റിക് കംപ്ലീറ്റ് ടൈം തന്നെ പെർഫോം ചെയ്യും. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആക്ടിവേഷൻ റെക്കോർഡ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. സ്റ്റാക്ക് ആക്ടിവേഷൻ റെക്കോർഡ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അടുത്തത് ഹീപ്പില് ഡേറ്റ അവൈലബിൾ അറ്റ് മെമ്മറി. ഡേറ്റ അവൈലബിൾ അറ്റ് മെമ്മറി. എങ്ങനെയാണോ മനസ്സിലായത്? പെട്ടെന്ന് സ്പീഡ് ചെയ്തു. സോ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ സ്റ്റോറേജിന്റെ ഡീറ്റെയിൽസ്, ദാറ്റ് ഈസ് നെയിം ഇസ് ബൗണ്ടഡ് ടു സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഓക്കെ, സോ ആ പെർട്ടിക്കുലർ പ്രോസസ് ഒക്കെ ഏത് സ്റ്റെപ്പിലാണ് പെർഫോം ചെയ്യുന്നത്? കമ്പൈൽ ടൈമിലാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, കമ്പൈൽ ടൈമിൽ തന്നെ ആ പെർട്ടിക്കുലർ ഒരു പ്രൊസീജിയർ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊസീജിയറിന്റെ നെയിം ഓൾറെഡി, നെയിമും വാല്യൂവും ഒക്കെ ഏതുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ട്, ആ പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും റെഫർ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഈ പ്രോസസ് ഒക്കെ എപ്പോൾ തന്നെ പെർഫോം ചെയ്യും? കമ്പൈൽ ടൈമിൽ തന്നെ പെർഫോം ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കം സ്റ്റാക്ക് അലക്കേഷൻ എന്ന് പറയുമ്പോൾ റൺ ടൈമിൽ നമുക്ക് മെമ്മറിയും കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്താൽ മതി. ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് എന്താണ്, ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ സ്റ്റാക്കിന്റെ അകത്ത് ഉണ്ടാവും. ഏതാണോ
ഇപ്പൊ ലൈവ് ആയിട്ടുള്ള പ്രൊസീജിയറുടെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് എവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാക്കിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. Can you able to get my point? ലൈവ് ആയിട്ട് ഉള്ള പ്രൊസീജിയറുടെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് എവിടെ നിന്ന് കിട്ടുള്ളൂ? സ്റ്റാക്ക് അലൊക്കേഷനിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഏത് ഫംഗ്ഷനെയാണ് റെഫർ ചെയ്യുന്നത്, അതിന്റെ ആക്ടിവേഷൻ റെക്കോർഡ്സ്, അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷനും, അതായത് ലൈവ് പ്രൊസീജിയറുടെ വാല്യൂസ് മാത്രമേ നമുക്ക് ഏതിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാക്ക് അലൊക്കേഷനിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹീപ്പ് അലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഹീപ്പില് ഇറ്റ് മെയിൻറ്റെയിൻസ് എന്താണ്? ഒരു പ്രൊസീജിയർ വേറൊരു പ്രൊസീജിയർ നോർമൽ കോൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും അതിന്റെ ഇൻഫർമേഷൻ എവിടെ ഉണ്ടാവും? മെമ്മറിയിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? സ്റ്റാറ്റിക് അലോക്കേഷൻ കമ്പൈൽ ടൈമിൽ മാത്രം വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. കമ്പൈൽ ടൈമിൽ മാത്രമായിരിക്കും പെർഫോം ചെയ്യുക. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് അല്ലെ? കമ്പൈൽ ടൈമിൽ മാത്രം, റൺ ടൈമിൽ നമുക്ക് മെമ്മറി അലോട്ട് ചെയ്യാം. സോറി. ഓക്കെ, റൺ ടൈമിൽ നമുക്ക് മെമ്മറിയോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ പ്രോബ്ലംസ് എവിടെയാണ് സ്റ്റാറ്റിക്കിന്റെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക്കിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് റിക്കേഴ്സീവ് പ്രൊസീജിയേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിന്റെ നെയിമും അതിന്റെ വാല്യൂ അത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് റിക്കേഴ്സീവ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ പ്രൊസീജിയറിന് തന്നെ വേറെ വേറെ ലൊക്കേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂസ് സ്റ്റോർ ചെയ്യണം. സെയിം നെയിമിൽ തന്നെ വേറെ വേറെ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അത് ഏതിൽ പോസിബിൾ അല്ല? സ്റ്റാറ്റിക് അലൊക്കേഷനിൽ പോസിബിൾ അല്ല. ഓക്കെ, so recursive procedures are restricted because all the activation of the procedure use same bindings for local names. Okay, same name തന്നെയാണ് നമുക്ക് ഓരോ വേറെ വേറെ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അതൊന്നും ഏതിൽ പോസിബിൾ അല്ല? സ്റ്റാറ്റിക് അലൊക്കേഷനിൽ പോസിബിൾ അല്ല. ഓക്കെ, is it clear? അതെ. ഓക്കെ, സോ സ്റ്റാക്ക് അലൊക്കേഷനിൽ എന്താ പ്രോബ്ലം? ഞാനിപ്പം ഓവറോൾ ആയിട്ടാണ് പറയുന്നത്. നമുക്ക് സ്റ്റാക്ക് അലൊക്കേഷൻ ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, സോ സ്റ്റാക്ക് അലൊക്കേഷനിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ വന്നു, ആ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തു. പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്ന വരെ ആ പ്രൊസീജിയറുടെ ഡീറ്റെയിൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? എവിടെ ഉണ്ടാവും? കൺട്രോൾ സ്റ്റാക്കിൽ ഉണ്ടാവും. അതായത് ആ പ്രൊസീജിയർ യൂസ് ചെയ്യുന്ന ലോക്കൽ ഡാറ്റ എന്താണ്, അത് യൂസ് ചെയ്യുന്ന എന്താണ് വാല്യൂസ് എന്താണ്, അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷനും ഏതിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിരിക്കും? കൺട്രോൾ സ്റ്റാക്കിൽ അവൈലബിൾ ആയിരിക്കും. വൺസ് എന്താണ് ആ പ്രൊസീജിയർ എൻഡ് ചെയ്യുകയാണെങ്കിൽ, പ്രൊസീജിയറിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻഫർമേഷൻ ഏതിൽ നിന്ന് റിമൂവ് ആവും? കൺട്രോൾ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ആവും. ഓക്കെ, ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് എന്താണ് ദി സ്റ്റാക്ക് അലൊക്കേഷൻ. ഓക്കെ, സോ ഹീപ്പ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തു, ആ പ്രൊസീജിയറിന്റെ നെയിമും അതിന്റെ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്, അതിന്റെ ആക്ടിവേഷൻ റെക്കോർഡ് ഇസ് അവൈലബിൾ. ദെൻ എഗെയിൻ എന്തായിരിക്കും സംഭവിക്കുക? അടുത്ത പ്രൊസീജിയർ വന്നു, അടുത്ത പ്രൊസീജിയറിന്റെ ഇൻഫർമേഷൻ ഉണ്ടാവും. അങ്ങനെ ഈ പ്രോസസ് എന്താണ്? എത്ര പ്രൊസീജിയർ കോൾ ചെയ്താലും എല്ലാ പ്രൊസീജിയറിന്റെ ഇൻഫർമേഷനും എവിടെ അവൈലബിൾ ആയിരിക്കും? നമ്മുടെ മെമ്മറിയിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഹീപ്പ് അലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏതായിരിക്കും നമുക്ക് ബെസ്റ്റ് ആയിട്ട് ഉണ്ടാവുക? ഏത് അലൊക്കേഷൻ ആണ് നല്ലത്? ഹീപ്പാണ്. ഓക്കെ, അപ്പൊ സ്റ്റാക്കിൽ എന്തായിരിക്കും പ്രോബ്ലം വരുന്നത്? നോർമലി വരാൻ പോകുന്ന പ്രോബ്ലം ടൈമിൽ മാത്രമേ ഡീറ്റെയിൽസ് ഉള്ളൂ. റൺ ടൈമിൽ മാത്രമേ അതിന്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിട്ടുള്ളൂ, പിന്നെ നോക്കുമ്പോൾ കാണില്ല. അല്ല, രണ്ടിലും റൺ ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുന്നവരെ ഉണ്ടാവുള്ളൂ. ബട്ട് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു,
ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു ലോക്കൽ വേരിയബിൾസിനെ എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ വി കോണ്ട് ഏബിൾ ടു ആക്സസ് ദാറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ. റീസൺ എന്താണ്? അതിന്റെ വാല്യൂ അപ്പോഴേക്ക് ഏതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ടാവും? നമ്മുടെ മെമ്മറിയിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, ആ ഓക്കെ. Now we can see in detail stack allocation in detail. So stack allocation എന്ന് പറയുമ്പോൾ എന്താണ്? What is stack allocation? ഒരു പ്രൊസീജിയർ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ പ്രൊസീജിയറിന്റെ ഇൻഫർമേഷൻ ഏതിലുണ്ടാവും? നമ്മുടെ സ്റ്റാക്കിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് വൺസ് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് നെയിം ഇസ് പോപ്ഡ് ഔട്ട് ഫ്രം ദ സ്റ്റാക്ക്. ഓക്കെ, സോ ഒരു പ്രൊസീജിയർ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ നെയിമും ഡീറ്റെയിൽസും സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് വെക്കും. വൺസ് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻഫർമേഷൻ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. ഓക്കെ, സോ ഹിയർ ഏത് പെർട്ടിക്കുലർ പ്രൊസീജിയർ ആണോ കോൾ ചെയ്യുന്നത് ദാറ്റ് ഇസ് ടേംഡ് ആസ് കോളിംഗ് പ്രൊസീജിയർ ഓർ അതർവൈസ് എ കോളർ. Okay, the procedure which is called procedure, or otherwise we can say it is calling. Okay, okay, so ഇതിന്റെ നോർമൽ എക്സിക്യൂഷൻ ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ എക്സിക്യൂഷൻസ് നടക്കുന്നത്? നമ്മൾ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? Okay, so if this is a function, ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സ്, then അതിന്റെ എക്സിക്യൂഷൻ സ്റ്റേറ്റ്മെന്റ്, മെയിൻ ഫംഗ്ഷൻ, so here main is ഏത് ഫംഗ്ഷൻ ആണ്? കോൾഡ് പ്രൊസീജിയർ ആണോ? കോളിംഗ് പ്രൊസീജിയർ ആണോ? മെയിൻ ഏത് ടൈപ്പ് ഓഫ് പ്രൊസീജിയർ ആണ്? മെയിൻ വിച്ച് കോൾസ് സം എന്നുള്ള പ്രൊസീജിയർ. സോ ഇറ്റ് ഈസ് ദി കോളിംഗ് പ്രൊസീജിയർ ആൻഡ് സം ഇസ് ദി കോൾഡ് പ്രൊസീജിയർ. ഓക്കെ, ഓക്കെ, സോ ആക്ടിവേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത് മെയിൻ which calls sum. ഓക്കെ, ഈ സമ്മിനും നമ്മുടെ എന്താണ് 7 ഫീൽഡ്സ് ഉണ്ട്, മെയിനിനും 7 ഫീൽഡ്സ് ഉണ്ട്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദിസ് as എന്താണ്? ഈ 7 ഫീൽഡ്സിനെ നമുക്ക് ഇങ്ങനെ റൈറ്റ് ചെയ്യാം. പാരാമീറ്റർ, പാരാമീറ്റർ and returned value. ഓക്കെ, ഞാൻ ആ സ്റ്റെപ്പ് പറയാം. സ്റ്റെപ്പ് ആദ്യം എഴുതിക്കോ, എന്നിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ഒരു എക്സിക്യൂഷന്റെ സ്റ്റെപ്സ്. The caller evaluates the actual parameters. The caller evaluates the actual parameters. Step 2, the caller stores a return address and the old value of top SP. Top underscore SP is a pointer. Okay, top SP into call is activation record. The caller then increments the top underscore SP to the respective position. Third step,
the callee saves the register value എന്താക്കി and other status information. എന്താടാ ഇതാക്കി Step 4, ഇവിടെ the callee initializes its local data and begins its execution. എന്താണ് മനസ്സിലായത് ഇതിന്? ഇങ്ങനത്തെ സ്റ്റെപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ COA ല്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? രണ്ടും മൂന്നും ഒന്നുകൂടെ പറയാം. ഏതാ? സ്റ്റെപ്പ് 2 ഉം 3. Okay. First, the caller evaluates the actual parameters. Step 2, the caller stores a return address and the old value of top SP into callee's activation record. The caller then increments the top SP to the respective position. Third step, the callee saves the register value and other status information. And the callee initializes its local data and begins its execution. കിട്ടിയോ നിങ്ങൾക്ക്? എന്തെങ്കിലും മനസ്സിലായോ ഇതിൽ? എന്തെങ്കിലും മനസ്സിലായോ ഇതിൽ? ടെമ്പററി വാല്യൂ എടുക്കാൻ വേണ്ടി അത് സ്റ്റാക്കിലോട്ട് സ്റ്റോർ ചെയ്യുന്നതാണോ അതിന്റെ ഡീറ്റെയിൽസ്? ആക്ച്വലി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു മെയിൻ പ്രോഗ്രാം എന്നുള്ളത് സം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അതിന്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്യാണ്. ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ കോളർ ഇവാലുവേറ്റ് ചെയ്യും. ദെൻ ദ കോളർ സ്റ്റോഴ്സ് ദി റിട്ടേൺ അഡ്രസ്. റിട്ടേൺ അഡ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോളറിന്റെ റിട്ടേൺ അഡ്രസ്. കോളർ വീണ്ടും തിരിച്ച് ഏതിലേക്കാണ് വരേണ്ടത്? ഈ പ്രോഗ്രാമിലേക്ക്. കോളി എന്ന് പറയുന്ന സം എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വി നീഡ് ടു റിട്ടേൺ ബാക്ക് ടു ഈ മെയിൻ എന്നുള്ള ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യണം. അപ്പം മെയിനിന്റെ റിട്ടേൺ അഡ്രസ് ആൻഡ് ദി ഓൾഡ് വാല്യൂ. ഓക്കെ, സോ അതിന്റെ ഓൾഡ് വാല്യൂ, അതായത് അതിന്റെ മിഷൻ സ്റ്റാറ്റസ്, സേവ്ഡ് മിഷൻ സ്റ്റാറ്റസ്, ഇത്രയും ഏതിലോട്ട് സ്റ്റോർ ചെയ്യുക? കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡിൽ സ്റ്റോർ ചെയ്യാം. കോളിയുടെ ആക്ടിവേഷൻ റെക്കോർഡിന്റെ കൺട്രോൾ ലിങ്കിൽ എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുക? കോളറിന്റെ റിട്ടേൺ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണ്? അതായത് ഇപ്പം ഞാൻ ഫംഗ്ഷൻ വെച്ച് പറയാം. ഇപ്പൊ മെയിൻ എന്നുള്ള ഫംഗ്ഷൻ ഏതിനെ കോൾ ചെയ്യുന്നു? സം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഓക്കെ, സം എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കോളർ എന്ത് ചെയ്യുക? സമ്മിനെ കോൾ ചെയ്യുമ്പോൾ മെയിനിന്റെ ഇൻഫർമേഷൻ, മെയിനിൽ അതുവരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അതിന്റെ ഓൾഡ് വാല്യൂസ്, അതിൽ എന്തെങ്കിലും ടെമ്പററി വേരിയബിൾസോ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അതാണ് ഓൾഡ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ എന്ത് ചെയ്യുക? കോളറിന്റെ റിട്ടേൺ അഡ്രസ്. കോളറിന്റെ റിട്ടേൺ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? സമ്മ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ഗെറ്റ് ബാക്ക് ടു മെയിനിലേക്ക് വീണ്ടും വരേണ്ടതാണ്. ഓക്കെ, അപ്പൊ ആ റിട്ടേൺ അഡ്രസ് എവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും? ഈ സമ്മിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൺട്രോൾ ലിങ്കിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്ത് വെക്കും? കോളറിന്റെ റിട്ടേൺ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? ഈ നെക്സ്റ്റ് ഈ ആക്ടിവേഷൻ റെക്കോർഡിനുള്ള, അതായത് ഈ ടോപ്പ് SP എന്ന് പറയുന്നത് ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡ് ഏതാന്നുള്ളത് പോയിന്റ് ചെയ്യാനാണ്. ടോപ്പ് SP എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡിനെ പോയിന്റ് ചെയ്യാനാണ്. അപ്പം അതിനെ ജസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യുക, അടുത്ത ആക്ടിവേഷൻ റെക്കോർഡിനെ പ്ലേസ് ചെയ്യുക സ്റ്റാക്കിൽ. ഓക്കെ, ദെൻ ഈ കോളി സേവ്സ് എന്താണ്?
കോളിലേക്ക് വരുമ്പോ എന്താണ്, ഇപ്പൊ അതിന്റെ രജിസ്റ്റർ വാല്യൂ അവിടെ നിന്ന് കിട്ടിയ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, അതിന്റെ ഇനിഷ്യലൈസ് ചെയ്യുക, ലോക്കൽ ഡാറ്റാനെ ഇനിഷ്യലൈസ് ചെയ്തിട്ട് അതിന് കൊടുത്തിട്ടുള്ള ടാസ്ക് എന്താണോ ആ ടാസ്ക് പെർഫോം ചെയ്യും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അതെ. മെർലിൻ? മനസ്സിലായോ ഇല്ലേ? കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇത് മനസ്സിലായാലാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആദിൽ? ഓക്കെ, അഭിജിത്ത്? മിസ്സേ അവൻ ഉണ്ടായിരുന്നു, അത് നെറ്റ് കട്ടായപ്പോ പോയെന്ന് പറയുന്നു. ആണോ? കുറെ പേർക്ക് പ്രശ്നമുണ്ടല്ലോ. അക്ഷര? അക്ഷര? മിസ് അവള് ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അഞ്ജലി ഉണ്ട്. അഞ്ജു? ആന്റോ? അപർണ ഡി? അപർണ പ്രതാപ്? അരവിന്ദ്? മിസ്സേ പ്രസന്റ്. ആരവ്? പ്രസന്റ് മിസ്. അർജുൻ ഉണ്ട്. പിച്ചു? ജീവൻ? പ്രസന്റ് മിസ്. ജോസ്വിൻ? കൃഷ്ണരാജ്? പ്രസന്റ് മിസ്. മാധവ്? പ്രസന്റ് മിസ്. മറിയ? മെർലിൻ? Present miss. മുബിൻ? പ്രസന്റ് മിസ്. ഹാഫിസ്? Present miss. റുബിൻ? Present miss. റുബിൻ ഉണ്ടോ? Present miss. ഓക്കെ. നജ്മ? നൗറിൻ? Miss now in chat mode. ഓക്കെ. പാർവതി? സാന്ദ്ര? Absent. ശ്രീപ്രസാദ് ഉണ്ട്. ശ്രുതി? വിഷ്ണുപ്രിയ? മിസ്സേ വിഷ്ണുപ്രിയ ഉണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ് മുമ്പ് ലെഫ്റ്റ് ആയ. ഓക്കെ. അജീന? പ്രസന്റ് മിസ്. അഖിൽ? മിസ് പ്രസന്റ്. ജോസ്മി? പ്രസന്റ് മിസ്. ഓക്കെ. ആബ്സെന്റ് ഇസ് ആന്റോ, അപർണ ഡി, ജോസ്വിൻ, നജ്മ ആൻഡ് സാന്ദ്ര. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും ഇത് നമുക്ക് സ്റ്റാക്ക് അലൊക്കേഷൻ ഒരിക്കൽ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു.